ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കേണ്ട, ഇന്ന് നമ്മോടൊപ്പം ഹബീബില്ലെങ്കിലും ഹബീബിന്റെ എല്ലാ സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയും. ആര്യായ ബീബി ആയിഷ റളിയല്ലാഹു അൻഹയോട് സ്വഹാബത്ത് ചോദിച്ചു, ആയിഷ കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നൊരു ചോദ്യം. റസൂലുള്ളാഹിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? ആയിഷ ബീവിയുടെ മറുപടി, കാന ഖുലുഖുഹു അൽ ഖുർആൻ, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. എന്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഇന്ന് രണ്ട് ഖുർആനാണ്. ഒന്ന് ചലിക്കുന്ന ഖുർആൻ, മറ്റൊന്ന് ചലിക്കാത്ത ഖുർആൻ. നമ്മുടെ പള്ളിയിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒക്കെ ഉള്ളത് ചലിക്കാത്ത ഖുർആനാണ്. അതിങ്ങനെ നമ്മൾ ഓതുന്ന അത് വെക്കേണ്ടി അല്ല, ചലിക്കുന്ന ഖുർആൻ അതേതായിരുന്നു? അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. തങ്ങളിൽ നിന്ന് കണ്ടതും തങ്ങളിൽ നിന്ന് കേട്ടതും തങ്ങളിൽ നിന്ന് അനുഭവിക്കുന്നതും എല്ലാം പരിശുദ്ധ ഖുർആനായിരുന്നു. നമ്മൾ ഖുർആൻ ധാരാളം ഓതുന്നുണ്ട്. ഖുർആനിന്റെ ഒരു സ്വഭാവം പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഖുർആന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ്. പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ധാരാളം ഓതുന്നുണ്ട്. ഇതിന്റെ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഹറാമായ ഒന്നുമായും ബന്ധപ്പെടരുത്. നിങ്ങളുടെ സമ്പാദ്യമാണെങ്കിലും, നിങ്ങളുടെ തുച്ഛയാണെങ്കിലും, നിങ്ങളുടെ കുടിയാണെങ്കിലും ഹറാമുമായി ബന്ധപ്പെട്ട് ഒന്നും ഉണ്ടാകരുത്. നമ്മൾ ധാരാളം ഓത്തും, ഭയങ്കര ശൈലിയിലും ജീവിതമെല്ലാം ഒത്തിട്ടുള്ള ഓത്താണ്. പക്ഷെ നമ്മൾ കഴിക്കുന്നതോ ഹറാം തന്നെയാണ്. ആരെങ്കിലും തോപ്പിക്കാം, ആരെയും കുടിക്കാം, ആരെന്തായെങ്കിലും പറ്റും, നമ്മ ജീവിച്ചു പോകണോ എന്ന തത്വമാണ്. സ്വഭാവമാണെങ്കിലോ ദൈവത്ത് പറയരുത്, ഖുർആൻ പറയുന്നു. നമ്മൾ ഖുർആൻ ഒന്ന് അത് മടക്കി വെച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് ദൈവത്തൊന്നും വിമത്താണ്. കുടുംബബന്ധം ഒരിക്കരുത്. ഖുർആൻ ധാരാളം പരിശുദ്ധ റമദാൻ വരുമ്പോ 10 തവണ ഹത്മ തീർക്കുന്നുണ്ട്. 10 തവണ ഇത് നമ്മൾ ഓതുന്നുണ്ട്. അങ്ങനെ ബന്ധം, കുടുംബ ബന്ധം, അയൽവക്ക ബന്ധം, ഉമ്മായുള്ള ബന്ധം, ഉപ്പയുമായുള്ള ബന്ധം അത് വയ്ക്കാൻ പാടില്ല. അത് എപ്പോഴും സ്ഥാപിക്കണം. അല്ലെ, ഖുർആൻ ഒത്തും അടിപൊളിയാണ്. പക്ഷെ അയൽവാസിയായി എപ്പോഴും പിണക്കാം. കുടുംബം പിണങ്ങിയിട്ട് കൊല്ലങ്ങൾ വരായി. ഉപ്പയോട്, ഉമ്മയോട്, ജ്യേഷ്ഠനോട്, അനുജനോട് പിണക്കാണ്. ഇതാണ് നമ്മുടെ ഖുർആൻ. ഇങ്ങനെ പറ്റൂല. ആയിഷ ബീവി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം കാന ഖുലുഖുഹു അൽ ഖുർആൻ, ഖുർആനായിരുന്നു. അവിടുത്തെ 63 കൊല്ലത്തിന്റെ ജീവിതത്തിന്റെ ഇടയിൽ ചെറിയ കുട്ടിപ്രായം മുതൽ നബുവത്താകുന്നത് 40ാമത്തെ വയസ്സിലാണ് നബിയാകുന്നത്. അന്ന് തൊട്ടില്ല, കുട്ടിപ്രായം മുതൽ മരണം വരെയുള്ള 63 കൊല്ലങ്ങളുടെ ഇടയിൽ ഹബീബായ തങ്ങളുടെ ചരിത്രം പറയുന്നത് ഒരു ഉറുമ്പിനെ പോലും ഹബീബായ തങ്ങൾ വേദനിപ്പിച്ച വ്യക്തിയല്ല. മനുഷ്യർക്കറിയാം, ഉറുമ്പിനെ പോലും, മറ്റുള്ളവരു ജന്തുക്കളെ പോലും ഹബീബായ തങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടാവൂല. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇങ്ങോട്ട് പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് പോലും അങ്ങോട്ട് മാപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സഹോദരി സദ്യക്ക് വേണ്ടി വിളിച്ചു, വിരുന്നിന് വേണ്ടി വിളിച്ചു. അങ്ങനെ ഹബീബായ തങ്ങൾ ആ സഹോദരിയുടെ ക്ഷണം സ്വീകരിച്ച് വീട്ടിൽ പോയി. അപ്പൊ നല്ല ആട് മാംസത്തിൽ കരിയാലുണ്ടാക്കിയിട്ട്, ആട്ടിന്റെ മാംസമാണ് റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ആട് ഭയങ്കര വെറുപ്പാണ്. അങ്ങനെ അതിൽ വളർച്ചുണ്ട്, അതെന്ത് ചെയ്തിട്ടുണ്ട് റസൂൽ നമുക്ക് തന്നെ പോത്തു മുരിഞ്ഞോണം അതിന്റെ നാട്. ഞാൻ ഒരു പരിപാടി പോയി പോയിട്ട് കരിയാലോട് വെച്ചിട്ടാകുമ്പോ ചെറിയ ഒരു ചെറുപ്പക്കാരനാണ്. നിങ്ങളുടെ നാട്ടിന്റെ സാധനം, നിങ്ങളുടെ നാട്ടിന്റെ സാധനം മൊഗരാന്റെ പോത്ത് എന്ന് പറയുന്നത്. മൊഗരാന്റെ പോത്ത് നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. പോത്ത്, മോരി, ആട്, അത് കുറെ ഇഷ്ടമുണ്ട്. ആരാ റസൂലുള്ളാഹി തങ്ങൾ കുടിച്ചത് ആടിന്റെ പാൽ. ഞമ്മ കുടിച്ചിട്ടുണ്ട് ഇതുപോലെ ആടിന്റെ പാൽ. നമ്മുടെ പോലെ ഇഷ്ടംപോലെ ആട് കുഞ്ഞൊക്കെ ഉണ്ടാവും, അതിന് മുലയിൽ ഇഷ്ടംപോലെ പാലുണ്ടാവും. അതിന്റെ കുഞ്ഞി കുടിച്ചിട്ട് പിന്നെയും കുറെ ഉണ്ടാവും. പക്ഷെ ഞമ്മ തൊട്ടവും കൂടെ ഒക്കെ തന്നെ ആവണം, തൊട്ടന്റെ അല്ലെ വിൽമന്നാവണം, ഏതെങ്കിലും കെമിക്കലും കാര്യങ്ങളെല്ലാം ഉള്ളത്. പക്ഷെ ആടിന്റെ പാല് ബുദ്ധിക്ക് ഭയങ്കര ഉഷാറാണ്. റസൂലുള്ളാഹി തങ്ങൾ കുടിച്ചത് മുഴുവനും ആടിന്റെ പാലായിരുന്നു. നമുക്ക് ഭയങ്കര അലർജ. അപ്പൊ ഏതായാലും ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ആട്ടിന്റെ മാംസം ഉണ്ടാക്കിയിട്ട് സദ്യക്ക് വേണ്ടി വിളിച്ചു. റസൂലുള്ളാഹി തങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടഭിപ്രായം. കഴിക്കാൻ വേണ്ടിയിട്ട് മാംസം കൈ പിടിച്ചിട്ടാകുമ്പോ ഈ ഇറച്ചി കഷ്ണം ഹബീബായ തങ്ങളോട് സംസാരിച്ചു. റസൂലുള്ളാഹി എന്നെ കഴിക്കരുത്, എന്നിൽ വിഷമുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ചിട്ട് വിളിച്ചതല്ല, റസൂലുള്ളാഹി തങ്ങളെ കൊല്ലാൻ വേണ്ടി വിളിച്ചതാണ്. റസൂലുള്ളാഹി തങ്ങളെ കൊല്ലാൻ വേണ്ടി വിളിച്ചതാ. ഒരഭിപ്രായം, ഈ മാംസകഷ്ണം ഹബീബായ തങ്ങളോട് സംസാരിച്ചു, നബിയെ എന്നെ തിന്നരുത്, എന്റെ ഉള്ളിൽ വിഷമുണ്ട്.
മറ്റൊരു അഭിപ്രായത്തിൽ അഭിപ്രായ ഞങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞു കൊടുത്തു, നബിയെ നിങ്ങളുടെ മുന്നിലുള്ള ആ പ്ലേറ്റിലുള്ള മാംസം നിങ്ങളെ കൊല്ലാൻ വേണ്ടി വിഷമൂച്ചപ്പെട്ട മാംസമാണ് നബിയെ, കഴിക്കരുത്. അപ്പൊ അഭിപ്രായ ഞങ്ങൾ ആ മാംസം കയ്യിൽ പിടിച്ച് പെണ്ണിനോട് ചോദിച്ചു, പെണ്ണ് ഇത് നീ വിഷങ്ങൾ എത്തിയിട്ടുണ്ടല്ലേ, വിഷങ്ങൾ എത്തിയിട്ടുണ്ടല്ലേ? അപ്പോ ആ പെണ്ണ് പറഞ്ഞു, അലായ മുഹമ്മദ്, മുഹമ്മദേ അതെ, എന്തിനാണ് ചോദിച്ചു? മുഹമ്മദ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അത്രയും വൈരാഗ്യം മുഹമ്മദ് എന്ന് പറയുമ്പോ അത്തരം ഭയങ്കര വൈരാഗ്യമാണ്. റസൂലുള്ളാഹി നിങ്ങൾ കൊല്ലാൻ വേണ്ടിയിട്ട് അഭിമായ ഞങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണ് നീയല്ല, എന്നെ ആര് ചിന്തിച്ചാലും മുഹമ്മദ് ആകും എന്നെ കൊല്ലാൻ കഴിയൂല എന്ന് അറിയോ? അഭിമായ ഞങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ ആയത്താണ്ട, വല്ലാഹു യഹ്സിബുക മിനൻ നാസ്, നബിയെ നിങ്ങളെ ആളുകളെ തൊട്ട് ഞാൻ കാക്കാൻ വേണ്ടി ഏറ്റെടുത്തതാണ്, അള്ളാഹ് ഏറ്റെടുത്തതാണ്. റസൂലുള്ളാഹി ഞങ്ങളെ തൊട്ട് നോക്കാൻ പോലും ഒരാളെ കൊണ്ട് കഴിയൂല. മാംസം അഭിമായ ഞങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ അള്ളാഹ് അറിയിച്ചു കൊടുത്തു, ആ പെണ്ണോ കൊല്ലാൻ വേണ്ടിയിട്ട് വിടാനിട്ട പെണ്ണാണ്. എന്താ ഞമ്മ ചെയ്യും? ഞമ്മ ഏതൊക്കെ രൂപത്തിൽ ആ പെണ്ണിനെ ഇല്ലാതെയാക്കാൻ കഴിയോ ആ പണിയൊക്കെ ഞമ്മടുക്കും. അഭിമായ ഞങ്ങൾ ആ പെണ്ണിനോട് കാണിച്ച മാന്യത, കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം കൊടുത്ത പെണ്ണിനോട് അഭിമായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫു കൊടുക്കുന്ന, ആ പെണ്ണിന് മാപ്പ് കൊടുത്തുന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഭാവം കണ്ടിട്ടോ ആ പെണ്ണ് ഇസ്ലാമിലേക്ക് വന്നു. ഇതാണ് ചരിത്രം. അപ്പൊ ഇതാണ് അഭിമായ ഞങ്ങളുടെ സ്വഭാവം. നമുക്കോ ആ സ്വഭാവമായി തോന്നിയില്ല. ഒരു മാക്സിൽ ഒരടി കൊടുത്താൽ തിരിച്ച് രണ്ട് കൊടുക്കണം. ഉപ്പയെ പറഞ്ഞാൽ ഉപ്പക്ക് ഉമ്മക്ക് രണ്ട് കൂട്ടിന് കൊടുക്കണം. നമ്മളിപ്പോ ഉപ്പനെ മാത്രം പറഞ്ഞിട്ടുണ്ടാവും, നമ്മ ഉപ്പ മാത്രമല്ല, അവന്റെ ഉമ്മനെ കൂട്ടും. ഒരടിക്ക് രണ്ടടിയാണ്. ഇത് പാടില്ല. നമ്മ റസൂലുള്ളാഹി തങ്ങളുടെ ഈ റബീഉൽ അവ്വൽ കൊണ്ട് സന്തോഷിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ വരേണ്ടത് അവിടുത്തെ സ്വഭാവങ്ങളാണ്, അവിടുത്തെ സുന്നത്താണ്, അവിടുത്തെ ചര്യകളാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ റസൂലുള്ളാഹി ഞങ്ങളുടെ ജീവിതകാലത്ത് നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ റസൂലുള്ളാഹി വിളിച്ചാൽ ആ നിസ്കാരം വിട്ടു പോകണമെന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ അന്നത്തെ ക്ലാസ്സിൽ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ റസൂലുള്ളാഹി ഞങ്ങളുടെ പേര് പറയുന്നത് കേട്ടാൽ സലാത്ത് ചെല്ലണോ വേണ്ടേ? ബാക്കിൽ ഒരാൾ റസൂലുള്ളാഹി ഞങ്ങളുടെ പേര് പറഞ്ഞു. നമ്മുടെ നിസ്കാരത്തിലാണ്. ആ നിസ്കാരത്തിന്റെ ഇടയിൽ സലാത്ത് ചെല്ലണോ വേണ്ടേ? സലാത്ത് ചെല്ലണം. പക്ഷേ സലാത്ത് ചെല്ലുമ്പോ റസൂലുള്ളാഹി ഞങ്ങളുടെ പേര് വിളിച്ചിട്ട് സലാത്ത് പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അങ്ങനെ പേര് പറഞ്ഞിട്ട് സലാത്ത് പറയാൻ പാടില്ല. പിന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പൊ സാധാരണ പേര് പറയുന്നവൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സലാത്ത് ചെല്ലണം. പിന്നെ ഒന്ന്. രണ്ടാമത് ഫാത്തിഹ ഓതുന്നതിന്റെ ഇടയിലോ അല്ലെങ്കിൽ അത്തഹിയ്യാത്ത് ഓതുന്നതിന്റെ ഇടയിലോ അങ്ങനെ സ്വലാത്ത് റസൂലുള്ളാഹി ഞങ്ങളുടെ പേര് പറയുന്നത് കേട്ടാൽ നമ്മ ഫാത്തിഹ ഓതിയോ അർ-റഹ്മാനിർ റഹീം അപ്പോഴാണ് ഒരാൾ റസൂലുള്ളാഹിന്റെ പേര് പറയും. അപ്പൊ ഞങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ പിന്നെ ഞമ്മ ഫാത്തിഹ അതിനപ്പുറം ഓതിയാൽ മതി. അവിടെ ഇടയിൽ സലാത്ത് ചെല്ലുമ്പോ ഫാത്തിഹക്കും അത്തഹിയ്യാത്തിനും ഒരു കണ്ടീഷൻ എന്താ? അത് തുടരെയാക്കണമെന്നാണ്. അതിന്റെ ഇടയിൽ വേറെയൊന്നും കൊണ്ടുവരാൻ പാടില്ല. അവ കൊണ്ടുവന്നാൽ പിന്നെ ഫാത്തിഹ തുടക്കത്തിന്റെ ഓർമ്മ, അത്തഹിയ്യാത്ത് തുടക്കത്തിന്റെ ഓർമ്മ. അതാണ് നിയമം. പിന്നെ സലാത്ത് ചെല്ലണോ, പക്ഷെ അത്തഹിയ്യാത്തിന്റെയോ ഫാത്തിഹയുടെയോ ഇടയിൽ ആണ് സലാത്ത് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലുന്നതെങ്കിൽ പിന്നെ ഫാത്തിഹയും അത്തഹിയ്യാത്തും തുടക്കത്തിൽ നിന്ന് തന്നെ ഓതണം എന്നതാണ് നിയമം. അല്ലാഹു തആല ധാരാളമായി സ്വലാത്ത് കൊണ്ട് ഹബീബായി ഞങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ഭാഗ്യം നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. ഇവിടെ ആ സുഹ്റാന്റെ പേരുള്ള ഉമ്മാന്റെ മയ്യത്ത് എത്തിയിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ മക്കളുടെ നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്, ഉഫ്റത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഇനിയുള്ള ജീവിതം പുതിയ ഒരു ജീവിതമാണ്. പടച്ചോനെ സഹിയായ ലോകം ഇന്ന് ആ ഉമ്മക്കാണെങ്കിൽ നാളെ നമുക്കായിരിക്കും, ചിലപ്പോ ഇന്ന് തന്നെ നമുക്കായിരിക്കും. നമ്മുടെ അവസ്ഥകൾ നമുക്ക് പറയാൻ പറ്റുന്നില്ല. എപ്പോഴാണ് മരണം, എവിടെ, എങ്ങനെ. അല്ലാഹുവേ, നമ്മുടെ ഈ സഹോദരി അടക്കം നമ്മുടെ മുന്നിൽ നിന്ന് ആ ലോകത്തിലേക്ക് കടന്നുപോയ ഒരുപാട് ആളുകൾ, അവർക്കെല്ലാം നീ സ്വർഗം നൽകണേ അല്ലാഹ്. അവരുടെ ലോകത്ത് സ്വർഗത്തിന്റെ എല്ലാ സന്തോഷങ്ങളും ആസ്വദിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അവർ ചെയ്ത പാപങ്ങളും കുറ്റങ്ങളും നീ അവർക്ക് പൊരുത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകണേ റബ്ബേ, സബർ നൽകണേ അല്ലാഹ്. പടച്ചോനെ, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് പടച്ചോനെ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും നീ സലാമത്താക്കണേ അല്ലാഹ്.
പടച്ചവനെ ഒരുപാട് ആളുകൾ ഞങ്ങളുമായി സദസ്സിലുള്ളവരുമായി പല രൂപത്തിലുള്ള മുറാദുകൾ പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവരാണ്. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാ. ബേജാറുകൾക്ക് പരിഹാരം നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ. കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാ. ബാധ്യതകൾ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ചെയ്ത പാപങ്ങളും കുറ്റങ്ങളും ഓരോരുത്തർക്കും നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ്സുകൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ സാധുക്കളായി നമുക്കെല്ലാം നിന്റെ പൊരുത്തത്തിനായി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഗ്ഫിനി വഅജ്റിനി യാ മുജീറു മിനസ് സഈരി യാ ഗിയാഥി യാ മലാദി في ملمات الأمور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم حسبنا الله ونعم الوكيل نعم المولى ونعم النصير ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم